എല്ലാവർക്കും നമസ്കാരം. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന വിവിധ ട്യൂഷൻ പ്രോഗ്രാമുകളിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓൺ ആക്കി അവിടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെർച്ച് റിസൾട്ട് തന്നെ നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈറ്റിലേക്കുള്ള ലിങ്കാണ്. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഹോം പേജിലേക്ക്, നമ്മുടെ സൈറ്റിന്റെ ഹോം പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്, ടെസ്റ്റ് സീരീസ്, ലോങ് ടേം, ബ്രിഡ്ജ് കോഴ്സ്, അതുപോലെ ട്യൂഷൻ പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവയാണത്. അപ്പോൾ നമുക്ക് വേണ്ടത് ട്യൂഷൻ പ്രോഗ്രാമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്രില്യൻ്റെ ട്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് +1 +2കാർക്കുള്ളതും മറ്റൊന്ന് 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുമായിട്ടുള്ള ട്യൂഷൻ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ 6 to 10ലേക്കുള്ള സ്റ്റുഡൻസിനായിട്ടുള്ള ട്യൂഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പേജ് എന്ന് പറയുന്നത്. ഈ ഒരു വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ലൈക്ക് രജിസ്റ്റർ, റിക്വസ്റ്റ്, കോൾ ബാക്ക്, കോഴ്സ്, ബ്രോഷർ എന്നിവ. അപ്പോൾ നമുക്ക് നേരെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റ് സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻറ് നെയിം, നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. എല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. നമുക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മെയിലിലേക്കായിരിക്കും നിങ്ങളുടെ സ്റ്റുഡൻറ് ID ആൻഡ് പാസ്വേഡ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ IT ടീം നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ അവിടെ സൈൻ അപ്പ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു OTP എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് വരുന്നതായിരിക്കും. an OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ. ആ കിട്ടിയ OTP ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പേജിലേക്കാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത്രയധികം ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോർ അഡ്മിഷൻ ഇൻ ക്ലാസ് 5, 6, 7, 8, 9, 10, 11, 12 ഏതാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സപ്പോസ് ഞാൻ ഇപ്പോൾ ക്ലാസ് 7th കഴിഞ്ഞു, എനിക്കിനി വേണ്ടത് ക്ലാസ് 8ലേക്കുള്ള ട്യൂഷനാണ് എങ്കിൽ ഞാനിവിടെ ക്ലാസ് 8 എന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോർ അഡ്മിഷൻ ഇൻ ക്ലാസ് 8 എന്ന് വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും മറ്റെല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള ട്യൂഷൻ പ്രോഗ്രാമിന് എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ക്ലാസ് 8 എന്ന് അങ്ങ് എടുക്കുവാണ്. എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. സേവ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കൊടുത്തത് ക്ലാസ് 8 എന്നുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്ലാസ് 8ലേക്കുള്ള വിദ്യാർത്ഥികൾക്കായി നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ കൊടുത്തിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്യൂഷൻ ക്ലാസ് 2025-26 വർഷത്തേക്കുള്ള ക്ലാസ് 8ലേക്കുള്ള ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 8ലേക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസ്, അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു കോഴ്സാണ്, ട്യൂഷൻ ക്ലാസ് 8 2025-2026. അപ്പോൾ അതിന് നേരെയായിട്ട് ഇവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ. ഇവിടെ സെലക്ട് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എബ്രോഡ് ബാച്ച്, CBSE സ്ട്രീം, കേരള സ്റ്റേറ്റ് സ്ട്രീം, ഈ 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് സ്ട്രീം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്.
ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വിൻഡോ ആണിത്. നമുക്കിവിടെ കാണാം നമ്മുടെ സ്റ്റാറ്റസ്, ആ ഒരു റിക്വസ്റ്റിൻ്റെ സ്റ്റാറ്റസ് അപ്രൂവ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫീ പേയ്മെൻറ്റ് മാത്രമാണ്. ഇവിടെ രജിസ്റ്റർ ആൻഡ് പേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ വീണ്ടും വന്നിരിക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പേര്, ജെൻഡർ, അച്ഛൻ്റെ പേര്, കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ, മദേഴ്സ് നെയിം, മദേഴ്സ് ഒക്യുപ്പേഷൻ. ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അച്ഛൻ്റെ ഫോൺ നമ്പർ, അച്ഛൻ്റെ ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ മദേഴ്സ് ഫോൺ നമ്പർ. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. താഴേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ നെക്സ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു നീല സർക്കിൾ കാണാം. അത് നമ്മുടെ എഡിറ്റ് ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ഫോട്ടോയുടെ സൈസ്, അതിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ ഡയമെൻഷൻസ്, അതെല്ലാം നോക്കി തന്നെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിന് എഗ്രി കൊടുക്കുക. എഗ്രി ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരു റാൻഡം പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പിക്ക് ഞാൻ സെലക്ട് ചെയ്തു ശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ ഒരു പ്രീവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ പ്രീവ്യൂ ഇമേജ് ആയിട്ട് തെളിഞ്ഞു വരും. അത് നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ നമുക്ക് അപ്ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നാണ്. അപ്പോൾ വീണ്ടും താഴേക്ക് പോവുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ പേര്, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യം. ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പേര്, അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം, അതുപോലെ പിൻകോഡ്, നമ്മുടെ പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പിന്നെ അതുപോലെ എൻ്റെ രാജ്യം ഒന്നുകൂടി, വീണ്ടും നമ്മുടെ ഡിസ്ട്രിക്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാം പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് സൈറ്റിൻ്റെ പേജ് തെളിഞ്ഞു വരുന്നുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫീ പേയ്മെൻറ്റ് മാത്രമാണുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. താഴെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട ഫീ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മെത്തേഡിൽ അടയ്ക്കാം. ഒന്ന് പേ ഓൺലൈൻ, രണ്ടാമത്തത് പേ ഓഫ്ലൈൻ. ഓൺലൈൻ പറയുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും വിവിധ തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ്. ആ എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ മെത്തേഡ്സ് നമുക്കിവിടെ ഉണ്ട്. UPI ഉപയോഗിക്കാം, കാർഡ് ഉപയോഗിക്കാം, അതുപോലെ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഓഫ്ലൈൻ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ പേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെല്ലാൻ, ഈ ഒരു ചെല്ലാൻ ഫോം നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ബാങ്കിൽ ചെന്ന് നേരിട്ട് പണം അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്ന് തോന്നുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. സോ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് തന്നെ താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.